ഹലോ ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. അപ്പോൾ വളരെ സന്തോഷകരമായ ഒരു വിശേഷം പറയാനാണ് ഞാൻ വന്നത്. അതെ, നാഷണൽ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് നബാർഡിന്റെ ഒരു റിക്രൂട്ട്മെന്റ് പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ടൈപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് ആൻഡ് ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് ഹിന്ദിയിലേക്കാണ് റിക്രൂട്ട്മെന്റ് അവർ ക്ഷണിച്ചിരിക്കുന്നത്. സോ 17th January 2026 17th January മുതൽ February 3 വരെയാണ് നമുക്ക് ആപ്ലിക്കേഷനെയും മറ്റും ടൈം പീരീഡ് തന്നെ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ എന്താണുള്ളത് നമുക്ക് ഓടിപ്പോയി നോക്കിയാലോ വരും. സോ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഒക്കെ വരുന്നത് 17 February 2026 മുതൽ 17 January 2026 മുതൽ 3 February 2026 വരെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈം പീരീഡിനുള്ളിലായിരിക്കും എന്ത് വരിക, നമ്മുടെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾ അതിന് മുന്നേ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ നിങ്ങൾ ഫീസ് ഒക്കെ പേ ചെയ്തിട്ട് എക്സാം എഴുതുന്നവരെല്ലാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാമിനേഷൻ വരുന്നത് 21 February 2026 മെയിൻസ് എക്സാമിനേഷൻ വരുന്നത് 12 April 2026 ഓക്കെ, ആൻഡ് നൗ വി ആർ മൂവിംഗ് ടു ദ നെക്സ്റ്റ് പേജ്. നോക്കുമ്പോൾ നമുക്ക് വേക്കൻസി ലിസ്റ്റ് കാണാൻ സാധിക്കുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന മഹാരാഷ്ട്രയിലാണ്. 48ഓളം വേക്കൻസി അവിടെ ഉണ്ട്. കേരളത്തില് 3 വേക്കൻസിയാണുള്ളത്. ആൻഡ് പിന്നെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 9 വേക്കൻസിയോളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം 16 വേക്കൻസി എക്സ് സർവീസ് മെന്നിനാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം വേക്കൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ, ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ട്, ലാംഗ്വേജ് പ്രൊഫഷൻസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതുള്ള ഒരു ഇപ്പൊ നിങ്ങൾക്ക് തമിഴാണെങ്കിൽ തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അവിടെയും അവരൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ ടോട്ടൽ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വേക്കൻസി ഫോർ ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് ഹിന്ദിയും കൂടെ നമുക്ക് അവർ തന്നിട്ടുണ്ട്. ഞാൻ ഹിന്ദി എടുത്തു പറയാത്തത് മേ ബി മോസ്റ്റ്ലി മറ്റേതായിരിക്കും എല്ലാവരും അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ ഹിന്ദി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദിക്കും അപ്ലൈ ചെയ്യാം. അത് ആന്ധ്രാപ്രദേശിൽ 1, മഹാരാഷ്ട്ര, തമിഴ്നാട് എല്ലാം ഓരോ വേക്കൻസി വെച്ചിട്ടേ ഉള്ളൂ. സോ ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്തേക്ക് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ഒരു പോസ്റ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. 2 പോസ്റ്റിന് അവർ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാം, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഉറപ്പ് വരുത്തുക, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ പ്രൊഫഷൻസി ഉണ്ട്, നിങ്ങൾക്ക് അത് നന്നായി വായിക്കാനും പറയാനും എഴുതാനും ഒക്കെ അറിയാം. കാരണം അതിന് ടെസ്റ്റ് ഉണ്ട്. അത് ഉറപ്പാണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ഈ പറഞ്ഞ വേക്കൻസി ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിൽ എവിടെയാണോ നിങ്ങൾക്കുള്ളത് അവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. 159 ടോട്ടൽ വേക്കൻസി. പക്ഷെ നബാർഡ് പോയൊരു സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യാന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. നെക്സ്റ്റ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അതായത് ഏജ് എന്ന് പറയുന്നത് 1 January 2026 വെച്ച് നോക്കുമ്പോൾ ബിറ്റ്വീൻ 21 and 35 എന്നാണ് ഏജ് പറയുന്നത്. കാൻഡിഡേറ്റ്സ് ബോൺ നോട്ട് ഏർലിയർ ദാൻ 2 January 1991 1991 മുന്നേ ജനിച്ചവരോ. ഓക്കെ, അതുപോലെ തന്നെ നോട്ട് ലേറ്റർ ദാൻ January 2005 ജാനുവരി 2005 ശേഷം ജനിച്ചവരോ ആവാൻ പാടില്ല. ദെൻ അടുത്ത് നോക്കുമ്പോൾ നമുക്ക് അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ട്, റിലാക്സേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത ഡൗട്ട്. SC/ST 5 വർഷത്തെ, അത് OBC 3 വർഷം, അപ് ടു 38 years ആണ്. SC/ST ആണെങ്കിൽ 40 years വരെ. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസിന് 10 വർഷം. ആൻഡ് എക്സ് സർവീസിനാണെങ്കിൽ ടു ദ എക്സ്റ്റെന്റ് ഓഫ് സർവീസ് rendered by them in armed force plus an additional period of 3 years subject to maximum of 50 years. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. ഇനി വിഡോസ്, ഡിവോഴ്സ്ഡ് വുമൻ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ഫ്രം ദി ഹസ്ബൻഡ്, ലൈക് ഫോർ SC/ST ആണെങ്കിൽ 5 years അപ് ടു 40 years വരെ ഏജ് റിലാക്സേഷനും വരുന്നുണ്ട്. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ലൈൻ നമുക്ക് നോക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അതിൽ ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ, ഏതൊരു ഡിസിപ്ലിൻ ആണെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടാവുക, മിനിമം ഓഫ് 50% മാർക്ക് ഉണ്ടാവുക, പാസ് മാർക്ക് 50% ഉണ്ടാവുക. ഏതൊരു ഡിസിപ്ലിൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അതേസമയം ഒരു കാര്യം മെൻഷൻ നോളജ് ഓഫ് വേർഡ് പ്രോസസിംഗ് ഓൺ PC, വേർഡ് പ്രോസസിംഗ് ഓൺ PC കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് ഹിന്ദി ആണെങ്കിലോ അത് bachelor's degree from a recognized university in English or Hindi medium with Hindi or English as a compulsory or elective subject. ഒന്നെങ്കിൽ നിങ്ങളുടെ കമ്പൽസറി സബ്ജക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ എലക്റ്റീവ് ആയിട്ട് ഹിന്ദി ഉണ്ടായിരിക്കണം എന്നവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെയും അവർ പറയുന്നുണ്ട് നോളജ് ഓഫ് വേർഡ് പ്രോസസിംഗ് ഇൻ PC അത്യാവശ്യമാണ്. അപ്പൊ അത് എടുത്തു പറഞ്ഞുകൊണ്ട് എന്തായാലും ഉണ്ടാവണം അല്ലെ. ഇനി പ്രിലിംസ് മെയിൻസ് എക്സാംസ് നോക്കാം. പ്രിലിംസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ അതേ പാറ്റേൺ ആണ് ബാങ്ക് എക്സാമിന്റെ. നോക്കിയാൽ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിംഗ്. 40, 20 മിനിറ്റ്, 30, 20 മിനിറ്റ്, 30, 20 മിനിറ്റ്, അങ്ങനെ 100 ചോദ്യം, 100 മാർക്ക്, 60 മിനിറ്റ് പ്രിലിംസിനും. മെയിൻസ് വരുമ്പോഴേക്കും റീസണിംഗ്, കോണ്ട്, ജനറൽ അവയർനെസ്, സ്പെഷ്യൽ റെഫറൻസ് ടു അഗ്രികൾച്ചർ, റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ബാങ്കിങ്, കമ്പ്യൂട്ടർ നോളജ് ആൻഡ് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, എസ്സേ, പ്രസി റൈറ്റിംഗ്, റിപ്പോർട്ട് ആൻഡ് ലെറ്റർ റൈറ്റിംഗ്. ഇത്രയാണ് ഇവിടെ ചോദിക്കുക. 30 മിനിറ്റ്, 30 മിനിറ്റ്, 50 25 മിനിറ്റ്, 40 20 മിനിറ്റ്, 3
50, 30 മിനിറ്റ്. അതായത് 200 മാർക്കിന് 135 മിനിറ്റ് സമയമാണ് നിങ്ങളുടെ പക്കൽ ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് കിട്ടുക. ഇനിയിപ്പോ ഇതിൽ തന്നെ ഹിന്ദിയുടെ വേർഷനും അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഹിന്ദിയിൽ അപ്ലൈ ചെയ്യുന്നവർ 3 വേക്കൻസി ഉള്ളൂ. ഹിന്ദിയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് ഈ ഒരു സെഷൻ ഒന്ന് വായിച്ചു നോക്കി. ഇതിൽ ആകെ എടുത്തു പറയാൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ഓഫ് പ്രൊഫഷണൽ നോളജ് ഓഫ് ഹിന്ദി ഓർ ഇംഗ്ലീഷ്, അത് രണ്ടും ഉണ്ടാവും. അത് മാത്രമാണ് എടുത്തു പറയാനുള്ളത്. ഇനി ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ +1 അല്ലെങ്കിൽ നിങ്ങൾ +2 അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡ് നിങ്ങൾ ഈ സബ്ജക്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് എന്തായാലും പാസ്സായിരിക്കണം. എന്നാൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. അതില്ലെങ്കിൽ ഇവിടെ എടുത്തു പറയുന്നുണ്ട്, ഇത് ക്വാളിഫൈങ് നേച്ചർ ആണ്. ക്വാളിഫൈ ചെയ്യാത്തവർ എന്ത് ചെയ്യില്ല, വുഡ് നോട്ട് ബി എലിജിബിൾ ഫോർ അപ്പോയിന്റ്മെന്റ് എലിജിബിൾ ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഏറ്റവും രസം, അവരുടെ സെലക്ഷൻ പ്രോസസ് അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് വൈസ് മെറിറ്റ് ലിസ്റ്റ് അവർ പ്രിപ്പയർ ചെയ്യുന്നു. അതിനകത്ത് വെയിറ്റിംഗ് ലിസ്റ്റ് വരുന്നവരുടെ കാര്യവും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ആ പ്രൊസീജിയർ പോകുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആദ്യം അപ്ലൈ ചെയ്യാം, വേക്കൻസീസ് നോക്കുക, ലാംഗ്വേജ് പ്രൊഫഷൻസ് ഉള്ളിടത്ത് അപ്ലൈ ചെയ്യുക. വളരെ ശ്രദ്ധയോടെ ചെയ്തു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഇത്തവണ എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഫീസ്. SC ST PWBDക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഒരു ഇന്റിമേഷൻ ചാർജ് 100 രൂപ, ടോട്ടൽ 100 rupees ആണ് അവർ പറയുന്നത്. ഓക്കെ. ആൻഡ് ദെൻ ഫോർ ഓൾ അതേഴ്സ് ബാക്കിയുള്ള എല്ലാ ഈ പറഞ്ഞ SC ST PWBD അല്ലാതെ ബാക്കി വരുന്ന എല്ലാവർക്കും 450 രൂപ ആപ്ലിക്കേഷൻ ഫീസ്, 100 രൂപ ഇന്റിമേഷൻ ഫീസ് ചേർത്ത് 550 രൂപയാണ് ടോട്ടൽ പേയ്മെന്റ് വരിക. സ്റ്റാഫ് ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റാഫിന് ഫ്രീ ഓഫ് കോസ്റ്റ് എക്സാം എഴുതാം. സോ ഇതാണ്. ഇതിൽ ആക്ച്വലി 80% ഓഫ് GST എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് അവരിത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടി വരും. ഓഫ് കോഴ്സ് SC ST PWBDക്ക് ആകെ 100 രൂപയെ വരുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും 450 + 100 550 രൂപ വരുന്നുണ്ട് ആപ്ലിക്കേഷന്. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കണ്ട, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ പോയിട്ട് ചെയ്യുക. കാരണം പേ സ്കെയിൽ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് അറിയേണ്ട ഏറ്റവും വലിയൊരു കാര്യം പേ സ്കെയിൽ ആണല്ലേ നോട്ടിഫിക്കേഷന്. ബേസിക് പേ 23,100 ലൈക്ക് 23,100 rupees ആണ് പെർ മന്ത് വരുന്നത്. അതിന്റെ കൂടെ കുറെ ഇൻക്രിമെന്റ്സ്, 2 അഡ്വാൻസ് ഇൻക്രിമെന്റ്സ് പറയുന്നുണ്ട്. ആ സ്കെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് ആക്ച്വലി ഡിയറൻസ് അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, അങ്ങനെ അത്യാവശ്യം അലവൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് ഇൻ ഹിന്ദി അപ്രോക്സിമേറ്റ്ലി 46,500. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പേ സ്കെയിലാണ്, നല്ലൊരു പൊസിഷനാണ്, അത്യാവശ്യം വേക്കൻസീസും ഉണ്ട്. ലാംഗ്വേജ് പ്രൊഫഷൻസി ഒക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കുക. ഒപ്പം തന്നെ നമ്മുടെ ബാങ്കിങ് ബാച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ റെഗുലർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാങ്ക് റെഗുലർ ബാച്ച് നിങ്ങൾക്ക് ബേസ് ടു അഡ്വാൻസ് കവർ ചെയ്യാനായിട്ട്. അതുപോലെ റിപ്പീറ്റേഴ്സ് ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട്. റിപ്പീറ്റേഴ്സ് ബാച്ച് ഓൾറെഡി പഠിച്ച് ബേസ് സെറ്റ് ആയവർക്ക് വേണ്ടിയുള്ള റിപ്പീറ്റേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ ഓഫ്ലൈൻ ബാച്ചസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും താഴെ അതിന്റെ ഡീറ്റെയിൽസ് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്ലൈ ചെയ്യുക, പരീക്ഷ എഴുതുക, ജോലിക്ക് കയറാം.